ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചെറുപഴം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ്. ചെറുപഴം കഴിക്കാനും മടിയുള്ള കുട്ടികൾക്കൊക്കെ നമ്മളിതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ നിങ്ങൾ ചെറുപഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ചെറുപഴത്തിനൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് ഞാൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ലൂസ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 1/2 കപ്പ് പാൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് മുകളിൽ ഈത്തപ്പഴം കട്ട് ചെയ്തിട്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് നട്ട്സാണോ കഴിക്കാൻ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.